എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. അരമണിക്കൂർ മുമ്പ് വരെ എന്ന് പറഞ്ഞാൽ 11 മണിക്ക് ഈ ഇൻക്വസ്റ്റ് നടത്തിയാലേ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കൂ. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടില്ല. ഇന്നലെ രാത്രി 10 മണിക്ക് ഈ ആശുപത്രിയിലെത്തിയ ശവശരീരമാണ്. അപ്പൊ എന്താണ് ഈ ഗവൺമെന്റിന്റെ നിലപാട്? ഈ മനുഷ്യരെ മുഴുവൻ ഇങ്ങനെ മൃഗങ്ങൾക്കിട്ട് ചവിട്ടിക്കൊല്ലിച്ച് ഈ അങ്ങാടിയിൽ ഒരു പട്ടി വണ്ടി കയറി മരിച്ചാൽ ഇവിടെ പ്രതിഷേധിക്കാൻ ആളുണ്ടാവും. ഇവിടുത്തെ വലിയ പ്രകൃതി സ്നേഹികൾ ഈ അങ്ങാടിയിലെത്തും. വലിയ പത്രസമ്മേളനം നടക്കും. ഒരു മനുഷ്യ ജീവൻ ഇവിടെ ഈ കോലത്തിൽ ഒരു ആന ചവിട്ടി അരച്ചിട്ട് ഈ നിമിഷം വരെ ഒരു നിലപാട്, ഒരു ഇടപെടൽ ഒരു സർക്കാർ നടത്തിയിട്ടില്ലെങ്കിൽ ഈ അങ്ങാടിയിലൂടെ തെണ്ടി നടക്കുന്ന പട്ടികളുടെ വില ഈ മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ സർക്കാർ കണക്കാക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ബോഡി, ഈ മണിയുടെ ശവശരീരം കഴിഞ്ഞ 12 മണിക്കൂറായിട്ട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ കിടക്കുന്നത്. അൻവർ നടത്തുന്ന ജനകീയ യാത്രയുടെ ഭാഗമായാണ് പ്രതിഷേധം. ഇന്ന് രാവിലെ 11:30യോടെയാണ് ഡിഎഫ്ഒ ഓഫീസിൽ എത്തിയത്. ഈ കഴിഞ്ഞ ജാഥ ആരംഭിച്ച ഈ ഒരാഴ്ചയിൽ കേരളത്തിൽ മരണപ്പെട്ടത് ഇന്നലെ വരെ 5 ആളായിരുന്നു. മിനിഞ്ഞാന്ന് വരെ. ഇന്നലെ വൈകിട്ട് 6:30 മണിക്ക് നിലമ്പൂർ മണ്ഡലത്തിലെ കരുളായി പഞ്ചായത്തില് ഒരു ആദിവാസി, മണി എന്ന് പറയുന്ന ഒരു ആദിവാസി സുഹൃത്ത്, ഞങ്ങൾക്കൊക്കെ നേരിട്ടറിവുള്ള ആദിവാസി വിഷയങ്ങളില്, അവരുടെ പൊതുവായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ ശേഷി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ മണി എന്ന് പറയുന്ന സഹോദരൻ. ഇന്നലെ ആ കുട്ടിയെ ട്രൈബൽ ഹോസ്റ്റലിലാക്കി മടങ്ങുന്ന വഴിക്ക് 6:30 മണിക്ക് ഈ കരുളായി ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിധിയിലുള്ള വീട്ടിലേക്ക് ജീപ്പിൽ പോയി, ജീപ്പിൽ നിന്ന് ഇറങ്ങി മണിയും കൂടെയുള്ള 2 പേരും മറ്റൊരു കുട്ടിയും, ഈ മണിയുടെ മറ്റൊരു കുട്ടിയും കൂടി നടന്നു പോകുന്ന വഴിക്കാണ് ആന ആക്രമിച്ചത്. ആന ആക്രമിച്ചു, മണിയെ ആക്രമിക്കാൻ സാധിച്ചു. മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു. ആ കുട്ടിയുടെ ജീവൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. മണിക്ക് ആനയുടെ പരിക്ക് പറ്റി ഏകദേശം 2.5 മണിക്കൂറോളം രക്തം വാർന്ന് ആ കാട്ടിൽ കിടക്കുകയാണ് ഉണ്ടായത്. സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ, ആനയുടെ ആക്രമണം നടന്ന ഉടനെ തന്നെ കൂടെ ഉണ്ടായിരുന്നവർ വിളിച്ച് ഫോറസ്റ്റിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് മണി കിടക്കുന്ന അപകടം പറ്റിയ ഇടത്തേക്ക് എത്തുന്നത് ഏകദേശം 2 മണിക്കൂറാണ്. ഈ നിമിഷം വരെ ഇപ്പൊ ഒരു 15-20 മിനിറ്റ് മുമ്പ് സൂപ്രണ്ടിനെ വിളിച്ച് ഞാൻ അന്വേഷിക്കുമ്പോൾ അവിടെ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചിട്ടില്ല. കാരണം ഇൻക്വസ്റ്റ് നടപടികൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നലെ രാത്രി വൈകിട്ട് 6:30 മണിക്ക് മരിച്ച് ഇപ്പൊ 15 മണിക്കൂർ പൂർത്തിയാകുകയാണ്. ഞാൻ ഇവിടെ എത്തുന്നതിന്റെ ഒരു 20 മിനിറ്റ് മുമ്പ്, ഇപ്പൊ സമയം 11:30 ഏകദേശം 11 മണിക്ക് സൂപ്രണ്ടിനെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ ഇൻക്വസ്റ്റ് നടത്താൻ പോലീസ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയിട്ടില്ല. ഇവിടെ ഈ ഡിവിഷണൽ ഓഫീസിലേക്ക് ഞങ്ങൾ നടത്തി വരുന്ന ജാഥ, ഈ വനനിയമ ഭേദഗതിക്കെതിരെ വയനാട് പാർലമെന്റിലേക്ക് മണ്ഡലത്തിൽ നടത്തുന്ന ജാഥയാണ് ഇപ്പോൾ ഞങ്ങൾ ജാഥയായി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കണം, ഈ പരിസരത്ത് ഒരു ഓഫീസർമാരുമില്ല. പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, ഫോറസ്റ്റ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് 24 മണിക്കൂറും ഉദ്യോഗസ്ഥന്മാരുണ്ടാകേണ്ട ഓഫീസുകളാണ്.
ഇന്ന് അവധി, ഞായറാഴ്ച സർക്കാർ ഓഫീസുകൾക്ക് അവധിയാണെങ്കിലും ഇത്തരത്തിലുള്ള എമർജൻസി സിസ്റ്റം വർക്ക് ചെയ്യുന്നിടത്ത് ആളുകളുണ്ടാവും, ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. ഈ നിമിഷം വരെ ഈ മരണം നടന്നിട്ട് ഈ വിവരമൊന്ന് അന്വേഷിക്കാൻ സർക്കാരിൽ നിന്ന്, വനമന്ത്രിയിൽ നിന്നോ, ഉത്തരവാദിത്തപ്പെട്ട PCCSന്റെ ഓഫീസിൽ നിന്നോ ഒരു വിളി ഈ നാടിന്റെ, ഈ പ്രദേശത്തിന്റെ MLA എന്ന നിലക്ക്, ഈ സംഭവം നടന്ന ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഒരു പഞ്ചായത്തിലെ ഒരു വോട്ടർ കൂടിയായിട്ടുള്ള മണിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സർക്കാർ തലത്തിൽ വിളിച്ചന്വേഷിക്കേണ്ട ഒരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല. ഒരു നടപടിയും, ഇദ്ദേഹത്തിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനുള്ള നടപടിക്രമങ്ങൾ പോലും പൂർത്തിയാക്കാനുള്ള ഒരു ഇടപെടലും ഈ പറയുന്ന ഗവൺമെന്റിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.